നമസ്കാരം. ലഹരി കേസിൽ പ്രതിയായ വിദേശിയെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയ കേസിൽ മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജുവിനും കൂട്ടുപ്രതിയായ മുൻ തൊണ്ടി ക്ലർക്ക് ജോസിനും തടവും പിഴയും വിധിച്ചുള്ള കോടതി ഉത്തരവിൽ ഇരുവർക്കുമെതിരെ ഗുരുതര പരാമർശങ്ങൾ. നീതി നിർവഹണത്തിന്റെ അടിത്തറയെ തന്നെ തകർക്കുന്ന നടപടിയാണ് ഇരുവരുടേതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കോടതി ഉത്തരവൊന്നുമില്ലാതെയാണ് ജോസ് തൊണ്ടി മുതൽ ആന്റണി രാജുവിന് കൈമാറിയത്. ഇതേക്കുറിച്ച് 3 മാസത്തോളം ജോസ് മിണ്ടിയില്ലെന്നും പിന്നീട് തൊണ്ടി മുതൽ പരിശോധിക്കാതെ തിരികെ വാങ്ങിയെന്നും ഇതാണ് ക്രമക്കേടിനിടയാക്കിയതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വെറും ഒരു വീഴ്ചയായി ഇതിനെ കാണാൻ കഴിയില്ല. കുറ്റകൃത്യം നടത്തിയവർ കോടതി ഉദ്യോഗസ്ഥനും അഭിഭാഷകനുമാണെന്നത് ഗൗരവമേറിയ കാര്യമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. നിയമത്തെപ്പറ്റി വ്യക്തമായ ബോധമുള്ളവർ ഇവർ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാൻ സാധിക്കില്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആന്റണി രാജു തൊണ്ടി മുതൽ വാങ്ങിയത്. തൊണ്ടി മുതൽ വാങ്ങാൻ ഒരു അധികാരവും ആന്റണി രാജുവിനില്ല. ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിച്ചതിനും അടക്കം തെളിവുണ്ടെന്നും കോടതി ഉത്തരവിലുണ്ട്. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു തന്നെയാണ്. കേസ് ജോസ് തൊണ്ടി മുതൽ കൈമാറിയത് കോടതി ഉത്തരവില്ലാതെയായിരുന്നു. തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തി. കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവരാണെന്നും കോടതി പറഞ്ഞു. പ്രതികളുടെ പ്രവൃത്തി കേവലം ഒരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവ്വം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണെന്നും വിധിപകർപ്പിൽ പറയുന്നു. തെളിവ് നശിപ്പിക്കൽ ഒരു പ്രതിയെ അർഹമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി. ഇത് നീതിയുടെ പരാജയമെന്നും കോടതി പരാമർശമുണ്ട്. ശിക്ഷാവിധിക്ക് മേലുള്ള വാദം CJM കോടതിയിൽ കേൾക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം തള്ളിയതിന്റെ കാരണവും മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കോടതിയുടെ അധികാര പരിധിക്ക് മുകളിലുള്ള ശിക്ഷ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും ഈ ആവശ്യം സാധൂകരിക്കുന്ന ഒരു കാര്യവും ഹാജരാക്കാൻ ആയില്ലെന്നുമാണ് ഉത്തരവിലുള്ളത്. അതിനാൽ ഉയർന്ന കോടതിയിലേക്ക് ശിക്ഷാവിധി കൈമാറണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം തള്ളി. മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ള ശിക്ഷ വിധിക്കുകയാണെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തിയ വഞ്ചന തെളിഞ്ഞതിനാൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കുമായിരുന്നു. അതിനാൽ ശിക്ഷാവിധിക്ക് മേലുള്ള വാദം CJM കോടതിയിൽ കേൾക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ കുറ്റപത്രം നൽകി 19 വർഷങ്ങൾക്ക് ശേഷമാണ് LDF നേതാവ് പ്രതിയായ കേസിൽ വിധി വരുന്നത്. തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, ഗൂഢാലോചന, വ്യാജരേഖയുണ്ടാക്കൽ എന്നിവയ്ക്കാണ് ആന്റണി രാജുവിനെയും ജോസിനെയും കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തിയ വഞ്ചനയ്ക്ക് ക്ലർക്കായി ജോസിനെ മാത്രമാണ് 1 വർഷം ശിക്ഷിച്ചത്. മറ്റ് വകുപ്പുകളിൽ തെളിവ് നശിപ്പിച്ചതിന് 3 വർഷവും 10,000 രൂപയും, ഗൂഢാലോചന 6 മാസവും, കള്ളത്തെളിവുണ്ടാക്കിയതിന് 3 വർഷവും, വ്യാജരേഖയുണ്ടാക്കിയതിന് 2 വർഷവുമാണ് ശിക്ഷിച്ചത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടായിരുന്നു. രാജ്യാന്തര അന്വേഷണ സംഘടനയായ ഇന്റർപോൾ CBIക്ക് അയച്ച കത്തും ലഹരി വിരുദ്ധ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CA KK ജയമോഹൻ നടത്തിയ ഇടപെടലും വലിയ അട്ടിമറി പുറത്തു കൊണ്ടുവന്നു. ലഹരി കേസിലെ പ്രതി ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയതായി അന്നത്തെ ഫോറൻസിക് ജോയിന്റ് ഡയറക്ടർ P വിഷ്ണുപോറ്റി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചതോടെയാണ് ലഹരി കേസിലെ പ്രതിയും വിദേശ പൗരനുമായ ആൻഡ്രൂ സാൽവദോർ സാർവലിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനും കോടതിയിലെ ക്ലർക്ക് ജോസിനുമെതിരെ കേസെടുത്തത്. അടിവസ്ത്രത്തിലെ നൂലുകളും തുന്നൽപാടുകളും ശാസ്ത്രീയമായി പരിശോധിച്ചാണ് വിഷ്ണുപോറ്റി റിപ്പോർട്ട് നൽകിയത്. ലഹരി മരുന്ന് കടത്തിയ വിദേശ പൗരന്റെ അടിവസ്ത്രത്തിന്റെ ഇടത് വല തറ്റങ്ങളിലുള്ള തയ്യലുകൾക്കും താഴെയുള്ള തയ്യലിനും മറ്റു ഭാഗത്തെ തയ്യലുകൾക്കുള്ളതുപോലെ കൃത്യതയില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ വസ്ത്രത്തിൽ കൃത്രിമം നടത്തിയതായി അനുമാനിക്കാം. അടിവസ്ത്രത്തിലെ ലേബൽ മാറ്റി വീണ്ടും തുന്നിച്ചേർത്തതായും കാണുന്നുണ്ട്. അതും കൃത്രിമം നടന്നതിന് തെളിവാണ്. ചില ഭാഗങ്ങൾ തുന്നിയ രീതിയിലും ഉപയോഗിച്ച നൂലിലും വ്യത്യാസമുണ്ട്. അടിവസ്ത്രത്തിന്റെ ഉൾഭാഗങ്ങൾ പല നൂലുകളിലാണ് തയ്ച്ചിരുന്നത്. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇടതും വലതും അറ്റത്തുള്ള തയ്യലുകൾക്കും താഴെയുള്ള തയ്യലിനും ചേർന്നുള്ള ഭാഗത്തെ തുണിയുടെ നിറത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. ഇടതും വലതും അറ്റത്തുള്ള തയ്യലുകൾക്കും താഴെയുള്ള തയ്യലും ഉപയോഗിച്ച നൂൽ കുറച്ച് പഴകിയതും വലിയതുമായിരുന്നു. ഈ മാറ്റങ്ങൾ അടുത്തിടെ സംഭവിച്ചതാകാമെന്നും വിഷ്ണുപോറ്റി കണ്ടെത്തി. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അടിവസ്ത്രം ഫോറൻസിക് വിഭാഗം പരിശോധിച്ചത്.